ഹായ് കൂട്ടുകാരെ, ജൂൺ 19 വായനാ ദിനമായി നാം ആചരിച്ചു പോരുന്നു. വായനാ ദിനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അക്ഷരഗാന്ധി എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ മുദ്രാവാക്യമായിരുന്നു വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നത്. അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂളിൽ അധ്യാപകനായിരുന്ന PN പണിക്കർ ജനിച്ചത് നീലംപേരൂരിൽ ആയിരുന്നു. പടയണി എന്ന ഉത്സവത്തിന് പേര് കേട്ട നീലംപേരൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് 1909 മാർച്ച് 1 ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി PN പണിക്കർ ജനിച്ചു. നാണു എന്നാണ് വിളിപ്പേര്. PN പണിക്കർ എന്നാൽ പുതുവായിൽ നാരായണ പണിക്കർ. അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് PN പണിക്കർ. അക്ഷരങ്ങൾ ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങരുത്, അത് വീടുകളിലും സമൂഹത്തിലേക്കും വളരണം. അതിനായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. നീലംപേരൂർ ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറയിൽ കുറച്ച് ആളുകളെ വൈകുന്നേരം വിളിച്ചു വരുത്തി സാക്ഷരതാ പ്രവർത്തനങ്ങൾ തുടർന്നു. കുറച്ച് പത്രങ്ങളാണ് അവർക്ക് വായിക്കാനായി ആദ്യമായി അദ്ദേഹം നൽകിയത്. അത് വായിക്കാൻ അറിയാത്ത ഒരുപാട് പേർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് പത്രങ്ങൾ വായിച്ച് കൊടുക്കുകയും അവർ അതിഷ്ടപ്പെടുകയും അവിടെ നിന്നും വായനയുടെ യാത്ര തുടരുകയും ചെയ്തു. വായനയുടെ ശക്തി ലോകത്തെ പരിചയപ്പെടുത്താനായി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിനായി കേരളം മുഴുവൻ ഓടി നടക്കുകയും എല്ലാ സ്ഥലത്തും ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ തുടരുകയും ചെയ്തു. 1925 തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ഒരു ഗ്രന്ഥശാലയ്ക്ക് തുടക്കമിട്ടു. അതിൻ്റെ പേരാണ് സനാതന ധർമ്മം. വായനയുടെ വിശാലമായ ലോകത്തെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം കൊണ്ടുവരാൻ ആവുന്നതും ശ്രമിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇന്ന് ഇത്രയും ഉയരത്തിലെത്തി നിൽക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നം ആയിരുന്നു. 1995 ജൂൺ 19 അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 19-ാം തീയതി മുതൽ ഒരു വാരം വായനാ വാരമായി ആചരിക്കുന്നു. 1996 മുതൽ. ഞാൻ പോയേ ജ്ഞാനം വരൂ, ജ്ഞാനം വന്നേ ഞാൻ പോകൂ. ഇത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. ഇവിടെ പറയുന്നത് ഞാൻ പോയേ ജ്ഞാനം വരൂ. ഞാൻ എന്ന് പറയുന്നത് ഇവിടെ അഹങ്കാരമാണ്. ഞാൻ എന്ന അഹങ്കാരമാണ്. ഈ അഹങ്കാരം പോയാൽ എന്നിൽ അറിവ് വരും. ജ്ഞാനം വന്നേ ഞാൻ പോകൂ. അറിവ് വന്നാലോ അഹങ്കാരം തനിയെ പോകുകയും ചെയ്യും. നമ്മിലെ അറിവില്ലായ്മകളെ, അജ്ഞതകളെ നീക്കാൻ വായനയ്ക്ക് സാധിക്കുന്നു എന്ന് അർത്ഥം. അഹങ്കാരത്തെയും ഇല്ലാതാക്കുന്നു. അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വായന. നമ്മിലെ ഓർമ്മശക്തിയെ അത് വളർത്തുന്നു, യുക്തിചിന്തയെ വളർത്തുന്നു. കൂടാതെ നമുക്ക് ആനന്ദം നൽകുന്നു, വിജ്ഞാനം നൽകുന്നു. ചില ഗ്രന്ഥങ്ങളോ കൃതികളോ വായിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഭാവനയെ വളർത്തുന്ന ഒന്നാകുന്നു. നമുക്ക് അനുഭൂതികൾ പ്രദാനം ചെയ്യുന്നു. നമ്മൾ അറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലോകത്തെയെല്ലാം നമ്മുടെ മുന്നിലേക്കത് കൊണ്ടുവന്നു തരുന്നു. കടൽ എന്തെന്ന് അറിയാത്ത ഒരാൾ തകഴിയുടെ ചെമ്മീൻ വായിക്കുമ്പോൾ കടലിനെ അറിയുന്നു. വായന ഏകാന്തതയിലെ കൂട്ടുകാരനാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചങ്ങാതിയാണ്. അതുകൊണ്ട് തന്നെ വായന ഒരു വാരത്തിൽ ഒതുക്കാവുന്ന ഒന്നല്ല. വായിച്ചു കൊണ്ടേയിരിക്കുക, അറിവ് നേടിക്കൊണ്ടേയിരിക്കുക, തുടർന്നു കൊണ്ടേയിരിക്കുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും
വായനാദിന ആശംസകൾ.